ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി സാറ്റർഡേ ഗൈസ്. അപ്പോൾ ഹാപ്പി സാറ്റർഡേ ആൻഡ് ഹാപ്പി വീക്കെൻഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ വീടുകൾ എടുക്കണ പറ്റിയും അതുപോലെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ വീട് എടുക്കുക, ഇവിടെ നമ്മൾ സെറ്റിലാവാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഫിൻലാൻഡിൽ നമ്മൾ നാട്ടിലേക്ക് അധികം പോവാതെ ഇവിടെ തന്നെ സെറ്റിലാവാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വീടുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ജോബൊക്കെ നല്ല പെർമനൻ്റായി ജോബിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീട് എടുക്കുക. ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ വീട് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. റെൻറ്റ് കൊടുക്കുന്നതിനേക്കാളും വളരെയധികം നല്ല ഒരു ഓപ്ഷനാണത്. പിന്നെ റെൻറ്റിൽ താമസിക്കുമ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സൗണ്ട് പ്രോബ്ലംസ്. ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഭീകരമായ സൗണ്ടുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. വീട്ടിൽ ചെറുതായിട്ട് സംസാരിക്കണമെന്നൊന്നും ഒരു പ്രശ്നമല്ല. എന്നാലും ഭീകരമായ സൗണ്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. അല്ല ചെയ്യാൻ 7 മണി വരെ, അതായത് രാവിലെ 7 മണി വരെ, 10 മണി തൊട്ട് രാവിലെ 7 മണി വരെ, 7 മണി വരെ നിങ്ങൾ സൗണ്ടൊന്നും അങ്ങനെ ഒരുപാട് വലിയ സൗണ്ടുകളൊന്നും ഒച്ചയൊക്കെ ഉണ്ടാക്കാനൊന്നും പാടില്ല. പിന്നെ മേലെ ഫ്ലോറിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലോറിൽ ഇടിക്കാനോ ഭീകരമായിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാനോ പാടില്ല. ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരും. കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ വാടക കൊടുത്ത് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ വാടക അത്രയ്ക്കും വലിയ എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 1,00,000 രൂപയുടെ അടുത്തൊക്കെയാണ് നമ്മളിവിടെ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്നത് ആളുകൾ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. പൈസ കൊടുത്ത് പിന്നെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ ആയിട്ട് ബെറ്റർ ഓപ്ഷനാണ് നിങ്ങൾ വീടെടുക്കുക. ഇവിടെ വീട് വാങ്ങിക്കുക. അതിൻ്റെ വാടക പോവുക. അത് പോയി കഴിഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. അതിന് പകുതി പൈസ നമ്മളിപ്പോൾ വാടക കൊടുക്കുന്നതിന് പകുതി പൈസ അതിന് വരുന്നുള്ളൂ. ഇൻസ്റ്റാൾമെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1,000 രൂപ 1,000 യൂറോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പകുതി പൈസ വരുന്നുള്ളൂ, മാസം അടവ് വരുള്ളൂ. അപ്പോൾ പിന്നെ ഫ്ലാറ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ യാർഡ് കിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. വീട് വാങ്ങിക്കുമ്പോൾ ആ യാർഡ് കിട്ടും, കളിക്കാനായിട്ട് കുട്ടികൾക്ക് സൗകര്യം. പിന്നെ കംപ്ലൈൻറ്റ്സ് വരുന്നില്ല. നമ്മൾക്ക് ആരും നോക്കേണ്ട ആവശ്യമില്ല. നെയ്ബേഴ്സിനെ നോക്കണ്ട. നെയ്ബേഴ്സായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫിൻലാൻഡിൽ ഒരുപാടുണ്ട്. ഒരുപാട് ആളുകൾ ഫ്ലാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചരിത്രങ്ങളുണ്ട്, നമ്മൾ അറിയുന്ന ആളുകൾ തന്നെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഹെൽസിങ്കിൽ നിന്നും അവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ പേര് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. വീട് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഫാമിലിക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വീട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഹൗസ് വാങ്ങാനാണെങ്കിൽ ഫ്ലാറ്റ് ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ഒരു കാരണവശാലും ഫ്ലാറ്റ് തിരഞ്ഞെടുക്കില്ല. അത് ചെയ്യാൻ വീട് വാങ്ങിക്കുക. കാരണം ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാ പ്രശ്നം, നിങ്ങൾ ചിലർ ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ എടുക്കും. എന്നാലും ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് നിങ്ങൾ, ആ ഒരു കൺജസ്റ്റഡ് പ്ലേസിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവില്ല. അത് എനിക്ക് അറിയാവുന്ന കാര്യം കൊണ്ടാണ് പറയണത്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വീടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അനുഭവമാണ് ഞാൻ ഈ പറയണത്. അവരെടുത്തിട്ട് അനുഭവിക്കുന്ന അവർക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഹാപ്പി ലൈഫാണ് വീടെടുത്തിട്ട്. കാരണം സ്വന്തമായിട്ട് നമുക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യം അല്ലാതെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ വീട് എടുക്കുകയാണെങ്കിൽ വീട് തന്നെ എടുക്കുക. ഫ്ലാറ്റിലേക്ക് പോകാതിരിക്കുക. ഫ്ലാറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും, വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആരും അങ്ങനെ ഓടിച്ചെന്ന് ഫ്ലാറ്റൊന്നും സ്വന്തമാക്കില്ല. കാരണം ഫ്ലാറ്റ് സ്വന്തമാക്കിയാൽ പ്രശ്നങ്ങൾ ഒരുപാട് കൊല്ലം നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സന്തോഷം കിട്ടില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. നെയ്ബേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ.
ഇവിടെ ഒരുപാട് ആളുകൾ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ പറയണത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ വീട് എടുക്കണമെങ്കിൽ ഹൗസ് തന്നെ വാങ്ങിക്കുക, യാർഡുള്ള നല്ല അടിപൊളി വീട് തന്നെ വാങ്ങിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ വീട് വാങ്ങിക്കുക, അവിടെ വീട് സ്വന്തമാക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾമെൻ്റ് കട അടച്ച് ലാസ്റ്റ് ടൈമിലാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക. അതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്നാലും നല്ലൊരു പ്രതീക്ഷയിൽ നമ്മളത് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയായാലും ലാഭം തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ കേസ് അല്ലേ? See you next video. Bye bye. ചെറിയൊരു ഇൻഫർമേഷൻ. ഓക്കെ കേസ്, ബൈ ബൈ.